സുഹൃത്തുക്കൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഞാൻ മദ്രാസിലുള്ള സമയത്ത് കുറേ സിനിമാക്കാരെ പരിചയപ്പെട്ടിനല്ല, അതിൻ്റെ അനുഭവങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് സുഹൃത്തുക്കൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നൊന്ന് പറയാം. ആ കാലത്ത് മദ്രാസിൽ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതിൽ സിനിമയിലൊന്ന് മുഖം കാണിക്കണം. അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്, ഇന്നത്തെ പോലെയല്ല. ഇന്ന് വഴിയെ പോകുന്നവർക്കും സിനിമയിൽ അഭിനയിക്കാം. അന്ന് അങ്ങനെയല്ല. അന്ന് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയ പർവ്വതം കയറുന്നതിന് തുല്യമാണ് അവിടെ എത്തിപ്പോകണമെങ്കിൽ. ഉദാഹരണത്തിന് ജയൻ ചേട്ടൻ്റെ എല്ലാം കാര്യം ആലോചിച്ചാൽ മതി. ഒരു ആദ്യകാലത്ത് ഒരു സീനിൽ പോസ്റ്റ്മാനെ കാണാൻ വെറുതെ ഒരു ചെയറിലിരിക്കുന്ന സീനിൽ 3 തവണയായിട്ട് ചാൻസിന് വെച്ചിട്ട് കിട്ടുക. അതേപോലെ മമ്മൂട്ടി അനുഭവങ്ങൾ പാളിച്ചകളിൽ ആകെ 1 മിനിറ്റ് ഉള്ള സീനിലാണ് അഭിനയിച്ചത്. അപ്പോൾ അന്ന് അത്രയും വിഷമം പിടിച്ച ഒരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അന്ന് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറ് മലയാള സിനിമ അടക്കി വാഴുന്ന കാലത്ത് മറ്റാര് പോയാലും അവർക്കൊന്നും വിലയുണ്ടാവില്ല. ഈ സംവിധായകർക്കൊന്നും നസീർ സാറിനെ കണ്ട സ്ഥിതിക്ക് ബാക്കിയുള്ള ആളെല്ലാം പോകുമ്പോൾ ചാൻസുകളിൽ കുറേ ആൾ പോകുമ്പോൾ ഇല്ല ഒഴിവാക്കും. അപ്പോൾ ഞാനും അതുപോലെ എന്ത് ചെയ്ത്, ഒരു ലീവുള്ള ദിവസം സംവിധായകൻ ഹരിഹരനെ കാണാൻ തീരുമാനിച്ചു. സിനിമയിലൊന്നും മുഖം കാണിക്കാമല്ല, മദ്രാസിലെത്തിയ സ്ഥിതിക്ക്. അങ്ങനെ ഒരു ഉച്ച സമയത്ത് ഹരിഹരൻ്റെ വീട്ടിലേക്ക് പോയി. മഹാലിംഗപുരത്താണ് ഹരിഹരൻ്റെ വീട്. അതായത് നസീർ സാറിൻ്റെ വീട്ടിൻ്റെ കുറച്ചപ്പുറം. നസീർ സാറിൻ്റെ തൊട്ടടുത്ത് ഐ.വി. ശശിയുണ്ട്, പക്ഷേ ഇത് ഒരു 1/4 കിലോമീറ്റർ അപ്പുറം. അങ്ങനെ ഞാൻ ഉച്ച സമയത്ത് അവിടെ പോകുമ്പോൾ ഹരിഹരൻ്റെ വീട്ടിൻ്റെ ഗേറ്റ് തുറന്ന്, അപ്പോൾ അവിടെ വരാന്തയിൽ ഒരു കസേരയിൽ ഹരിഹരൻ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തറയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളായിട്ട് എന്തോ സംസാരിച്ച്, അയാൾ കഥാകൃത്തായിട്ടാണ്. അവരിങ്ങനെ എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയറി പോകുന്നത്. അപ്പോൾ എന്നെ കണ്ട ഉടനെ ഹരിഹരൻ സാധാരണഗതിയിൽ ഒരു അതിഥി വീട്ടിൽ വരുമ്പോൾ ഹരിഹരൻ കസേരനെ എഴുന്നേറ്റ് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ അല്ല, എന്താ വന്നതെന്നുള്ള അർത്ഥം ആൾ ചോദിക്കുമല്ലോ എന്താണെന്ന്. അങ്ങനെ ഹരിഹരൻ ഈ അടുത്തുള്ള വരാന്തിൽ ഒരു തൂണുണ്ട്, ആ തൂണിന് കൈ വെച്ചിട്ട് അങ്ങനെ ചോദിച്ചത് എന്താ. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ സാർ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഹരിഹരൻ ചോദിച്ചു, ഇതിന് മുൻപേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് ആദ്യമായിട്ടാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞ്, ഈ പടത്തിൽ ഏതായാലും കഥാപാത്രങ്ങളെല്ലാം പൂർത്തിയായിപ്പോയി. എന്നിട്ട് അടുത്തിരിക്കുന്ന തറയിലിരിക്കുന്നവരോട് ചോദിച്ച്, കഥാപാത്രങ്ങളെല്ലാം കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ്, എല്ലാം പൂർത്തിയായി, ഫുള്ളായി, ഇനി എക്സ്ട്രാ കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. അപ്പോൾ ഹരിഹരൻ പറഞ്ഞ്, ഇതിലെല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ജയനെയും സത്താറിനെയും സാറിൽ സിനിമയിൽ കൊണ്ടുവന്നു ചോദിച്ചു. അപ്പോൾ അയാൾ കുറച്ച് സൗണ്ട് കുറഞ്ഞു പോയി. എൻ്റെ ഇങ്ങനെ ഒച്ചത്തിൽ കേൾക്കുന്നില്ല. ഹരിഹരൻ വരാതിൻ്റെ മേലെയല്ലേ ഉള്ളത്, ഞാൻ 2 സ്റ്റെപ്പിൻ്റെ മേലെയല്ലേ ഉള്ളത്. അപ്പോൾ ഹരിഹരൻ ഇങ്ങോട്ട് വന്നിട്ട് ചെവി ഇങ്ങനെ അടുത്ത് എനിക്ക് കാണിച്ചു തന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ ഒരു സംവിധായകനോ ചാൻസ് വരുന്ന ആളെടുത്ത് സംസാരിക്കുമ്പോൾ സൗണ്ടില്ലെങ്കിൽ ഒച്ചത്തിൽ പറയുമെന്ന് പറയും. ഇത് ഹരിഹരൻ്റെ ചെവി എൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, ജയനെയും സത്താറിനെയും സാറിലെ കൊണ്ടുവന്ന്. അന്നേരം ഓ അത് ശരി. അപ്പം കേട്ട് പറയുന്നത് ഇങ്ങനെ ചെവി അടുത്ത് വെച്ചാൽ, ജയനെയും സത്താറിനെയും മാത്രമല്ല ഒരുപാട് പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അപ്പം ഞാൻ പറഞ്ഞ്, ഞാനും നന്നായിട്ട് അഭിനയിക്കും സാർ എന്ന് പറഞ്ഞു. അങ്ങനെ തട്ടിവിട്ട്, ജീവിതത്തിൽ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ്, ഞാനും നന്നായിട്ട് അഭിനയിക്കും സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഹരിഹരൻ പറഞ്ഞു, അതൊക്കെ വിട്, പിന്നെ ക്യാമറ കാണുമ്പോൾ
മുട്ട് പടപടാന്ന് പറക്കും. അപ്പോൾ അടുത്തുള്ള ആൾ അയാളെ നോക്കി നിന്നിട്ട് അപ്പോൾ അയാൾ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ആലോചിച്ചിട്ട് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യ്. ആ സമയത്ത് ഞാൻ പോയത് ഫെബ്രുവരിയിലാണ്. ഒരു കാര്യം ചെയ്യ്, ഏപ്രിൽ വരൂ, അടുത്ത പടത്തിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹരിഹരൻ കഥാപാത്രങ്ങൾ എല്ലാം പൂർത്തിയായി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഞെട്ടി. കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് മുഖം കാണിക്കാന്നേ ഉള്ളൂ, എന്തെങ്കിലും തൂണും ചാരി നിൽക്കുന്ന സീനിലായിട്ട്. അപ്പോൾ ഹരിഹരൻ കഥാപാത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. കഥാപാത്രം പറയുമ്പോൾ ഒരു റോൾ തന്നെ, ശരിയായ റോള്, ഒരു സിനിമയിൽ ഒരു റോള് തരാമെന്ന് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഏപ്രിൽ വന്നാൽ ഏപ്രിൽ തന്നെ വന്നൊന്ന് കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏപ്രിലേക്ക് സാർ ഇനി 2 മാസമില്ല. ആ സമയത്ത് ഞാൻ വന്ന സാറിന് എന്നെ ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചു. ഇതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇത് കൺഫേമായി. കാരണം ഒരു സംവിധായകൻ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ വന്ന് നോക്ക്, ഏപ്രിൽ വന്ന് നോക്ക്, ആ സമയത്ത് ചാൻസ് ഉണ്ടെങ്കിൽ തരാമെന്നേ പറയും പുതുമുഖങ്ങളോടല്ല. അത് ഇത്രയും വലിയ ഡയറക്ടർ, മലയാള സിനിമയിലെ ഒന്നാം നിരയിലുള്ള ഡയറക്ടറാണ് ഇത്രയും നല്ല പെരുമാറുന്നത്. ഒരു ചാൻസിന് വരുന്ന ഒരാളെടുത്ത് പിന്നെ വേറൊരു സംവിധാനം ഇങ്ങനെ എടുക്കുന്നില്ല, ഇങ്ങനെ പെരുമാറും. ഇത്ര നന്നായിട്ടൊന്നും ഹരിഹരനെ വരും നന്നായിട്ട് പെരുമാറില്ല. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഏപ്രിൽ പിന്നെ വന്ന സാറിന് ഓർമ്മ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവുമെന്നല്ല പറഞ്ഞ്, ഇതാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനമായി. പിന്നെ ഞാനെന്ത് ചെയ്ത് സാറോട് ഫോട്ടോ ചോദിച്ചിട്ട് ഏപ്രിൽ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 2 മാസം തള്ളി നിൽക്കണ്ടേ. ഫെബ്രുവരിയിലായിട്ട് ഈ സിനിമയിൽ ചാൻസ് കിട്ടിയതിന് 2 മാസം എങ്ങനെയെങ്കിലും തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട് സമയം എങ്ങനെയെങ്കിലും 2 മാസം ആയി കിട്ടട്ടെന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്ത് വേറെയും ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ വാസു സ്റ്റുഡിയോ പോയ സമയത്ത് ശശികുമാറിനെ കണ്ട്. ശശികുമാർ ജുബയിലിട്ടിട്ടാണ്. ശശികുമാറിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ചാൻസിന് ചോദിച്ചില്ല, ചാൻസ് ഉണ്ടോയെന്ന് ചോദിക്കാനില്ല, സിനിമയിൽ ആഗ്രഹം ഉണ്ടെന്നേ പറയുള്ളൂ. അല്ലാണ്ട് ഒരു പടത്തിൽ ചാൻസ് തരുമെന്നല്ല ചോദിച്ചത്. അപ്പോൾ ശശികുമാർ പറഞ്ഞ്, സിനിമയിൽ അഭിനയിക്കാൻ അങ്ങ് എവിടെ സ്ഥലം ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ണൂരാന്ന് പറഞ്ഞു. ആ കണ്ണൂരിന്നേ മദ്രാസിൽ വരേണ്ട സിനിമയിൽ അഭിനയിക്കാൻ. നമ്മളൊന്നും ഇപ്പോൾ സിനിമ മദ്രാസിൽ നിന്ന് എടുക്കുന്നില്ല, എല്ലാം നാട്ടിൽ വെച്ചാണ് ഇപ്പോൾ ഷൂട്ടിങ്. അപ്പോൾ അടുത്ത് വിജയരാഘവനുണ്ട് ലുങ്കിയിൽ എടുത്തിട്ട്. അപ്പോൾ എന്നോട് ശശികുമാർ പറഞ്ഞ്, നമ്മൾ ഇവിടുന്ന് മദ്രാസിന് ഷൂട്ടിംഗ് ഇല്ല, അടുത്ത ആഴ്ച പാലയിൽ വെച്ചിട്ട് ഷൂട്ടിങ്ങാണ് നമ്മളത്. പാലയിൽ അടുത്ത ആഴ്ച വന്നാൽ അവിടുന്ന് ഒരു റോള് തരാം. വിജയരാഘവനോട് ചോദിച്ച്, എപ്പോൾ ഡേറ്റ് സിനിമ എന്നാലും വിജയരാഘവൻ പറഞ്ഞ അടുത്ത ഒരാഴ്ചൻ്റെ ഡേറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം അടുത്ത ആഴ്ച എനിക്കൊന്ന് പോകാമെങ്കിൽ ഞാൻ ഫോട്ടോ ചോദിച്ചിട്ട് പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കത് വിട്ടിട്ട് പാലയിൽ പോകാൻ കഴിയും. മദ്രാസ് പാലയിൽ പോയി കഴിഞ്ഞ് പിന്നെ വരുമ്പോഴത്തേക്ക് ഇവിടെ ജോലി വിട്ടിട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ അത് ക്യാൻസലായി. പിന്നെ ഞാൻ പിറ്റേത്തെ ആഴ്ച KP ഉമ്മറിനെ കാണാൻ പോയി. KP ഉമ്മർ കുറച്ച് ആൾക്കാർക്ക് ചാൻസ് വാങ്ങി കൊടുക്കലുണ്ട്. ലാലു ഇലക്ഷനെല്ലാം KP ഉമ്മറെ വാങ്ങിച്ചു കൊടുത്തു. KP ഉമ്മറിൻ്റെ വീട്ടിൽ ഗേറ്റിൻ്റെ മേലെ പട്ടിയുണ്ട് സൂക്ഷിക്കാമെന്നുള്ള എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും നോക്കാതെ വകവെക്കാതെ ഗേറ്റും തുറന്ന് കയറി. അപ്പോൾ അവിടെ പിന്നെ വരാന്തയിൽ KP ഉമ്മറിൻ്റെ മകൻ റഷീദ്, വെളുത്തിട്ടൊരു പയ്യൻ, വടക്കം വീരാതിൽ അഭിനയിച്ച്. അപ്പോൾ റഷീദ് ഐറ്റൊന്നുമില്ല, എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ഇത്രയായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ റഷീദിനോട് പറഞ്ഞ് ഇങ്ങനെ പിന്നെ ഉമർ സാറിനെ കാണാൻ വന്നതാണ്. പറഞ്ഞ് പിന്നെ മൂപ്പർ ഉറങ്ങിയെന്ന് പിന്നെ വിളിക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഉറങ്ങുന്നിടത്ത് വിളിക്കണ്ടെന്ന് പറഞ്ഞു.
എന്താ പിന്നെ വെറുതെ കാണാൻ മതി. ഞാൻ പറഞ്ഞല്ല, ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അതിനാണ് പിന്നെ അപ്പുറം കുറച്ചപ്പുറം ഹസൻ ആരിഫ് എൻ്റർപ്രൈസസിൻ്റെ ആരിഫ് ഹസനുണ്ട്. അയാളന്ന് ഈ റഷീദിനെ കണ്ടാരം പൊത്തി പൊത്തി എന്ന് പറഞ്ഞ സിനിമയിൽ ചാൻസ് കൊടുത്തു. മൂപ്പറെ കണ്ട ചില ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ പറയാം രാജസേന, മൂപ്പർ കുറേ ഉപദേശം തന്നു. രാജസേനെ കണ്ടു കഴിഞ്ഞാലും ചാൻസ് തരും. അന്ന് രാജസേന പുതുമുഖമാണ്. അപ്പോൾ ഈ ആരിഫ് ഹാസൻ്റെ വീട് അഡ്രസ്സെല്ലാം പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ച്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി അവിടെ ഒരു സോഫേൻ്റെ മേലെ ആരിഫ് ഹസൻ പിന്നെ ഷർട്ടൊന്നും ഇടാണ്ട് ഇരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ മൂപ്പറ വൈഫ് ആരിഫ എന്ന് പറഞ്ഞാൽ സിനിമാ നടനേക്കാളും സ്റ്റൈലുള്ളതാണ് ആൾ. നമ്മൾ ആരിഫ് എൻ്റർപ്രൈസ് എന്ന് കേട്ടപ്പോൾ സാധാരണ അവർ സിനിമാ നടികളൊന്നുമല്ല അവരുടെ അടുത്ത്. അത്രയും സൗന്ദര്യമുള്ള ഒരാളാണ് ഈ ആരിഫ് ഹാസൻ്റെ ഭാര്യ ആരിഫ എന്ന് പറഞ്ഞത്. നല്ല പെരുമാറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ റഷീദ് ഒക്കെ എനിക്ക് അഡ്രസ്സ് പറഞ്ഞാൽ എടുത്തേക്ക്, സിനിമ എന്നെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് വന്നതെന്ന്. അപ്പോൾ നമ്മളെ പടം ഈ പറഞ്ഞാൽ പോലെ 2 മാസം കഴിഞ്ഞിട്ട് അഷ്ടബന്ധം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നുണ്ട്. സിനിമേൻ്റെ പേര് അഷ്ടബന്ധം. അപ്പോൾ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മളൊരു അഡ്രസ്സ് തരാം, ഏപ്രിലായാലും ഈ അഡ്രസ്സിൽ നിങ്ങളെവിടെ ചോദിച്ചാൽ നമ്മൾ കണ്ണൂരാണ്. അപ്പോൾ ഒരു ലെറ്റർ അയക്ക്. പിന്നെ എന്നിട്ട് ആരിഫ ഹാസൻ തന്നെ അകത്ത് പോയി ഒരു പെന്നും കടലാസും എടുത്തിട്ട് ഫുൾ അഡ്രസ്സ് എഴുത്താണ്. ഏപ്രിലാകുമ്പോൾ ഇതിൽ ഇങ്ങോട്ടൊരു കത്തേക്ക് നമ്മൾ മറുപടി അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഒരു റോള് കിട്ടിയല്ലോ. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ വന്ന് 1 മാസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അവിടുന്ന് പനി വന്നു. പനി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മദ്രാസിൽ പോയ ആൾക്കെല്ലാം മലേറിയ എന്ന് പറഞ്ഞ അസുഖം വരും. പ്രത്യേകിച്ച് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് കുറേ ആൾക്കാർ മലേറിയൻ്റെ ഗുളികയൊക്കെ വരുമല്ലോ. തമിഴന്മാർ അണ്ണാച്ചികൾ എല്ലാത്തിനും ജ്വരമാണ്. ആ സമയത്ത് ജ്വരത്തിൻ്റെ ഗുളിയാവാൻ വരും. അങ്ങനെ ജ്വരത്തിൻ്റെ ഗുളിക കൊടുത്തിട്ട് എനിക്കും പനി വന്നു. പനി എന്ന് പറഞ്ഞാൽ 1.5 പനി, 105 ഡിഗ്രി പനി വന്നിട്ട് പിന്നെ വിറലും, മലയരക്ക് വിറൽ വരും. കട്ടിലിൻ്റെ മേലെ കിടന്നു കഴിഞ്ഞാൽ കട്ടിലടക്കം പിടിച്ചതുള്ളൂ, തെയ്യം തുള്ളുന്നവരുന്നുള്ളൂ. അങ്ങനെ ഒരു രക്ഷയില്ല. നാട്ടിലേക്ക് പോട്ടെ വെച്ചാൽ നാട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിലെത്തലും വീട്ടിലെ കട്ടിലിൻ്റെ മേലെ വീണ് പിന്നെ ഈ വേറെ വീട്ടിലെത്തിയാലും വീട്ടിലെത്തിയില്ലെങ്കിൽ പിന്നെ റോഡിൽ തന്നെ വീണു. അങ്ങനെ ഉടനെ ഫാദർ എടുത്ത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കിടത്തിയാലും ഡോക്ടറെല്ലാം വരും. ഡോക്ടറെ നോക്കുമ്പോൾ ഡോക്ടറെ ഒന്നും കാണുന്നില്ല, ഡോക്ടറെല്ലാം മങ്ങിയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് എഴുതി ഗ്ലൂക്കോസ് വരുമ്പോൾ 2 ഡെക്സ്ട്രോസ്, അന്നത്തെ വലിയ കുപ്പിയാണ്. ഇന്നത്തെ പോലെയല്ല, വലിയ ഇന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ വരുന്നില്ല, അന്ന് വലിയ ഭരണി പോലത്തെ കുപ്പിയിൽ ഗ്ലൂക്കോസ്. അതിൻ്റെ അകത്ത് വിറ്റാമിൻ ബി കോംപ്ലക്സ് അടിച്ചിട്ട് മഞ്ഞ കളർ വരും. അങ്ങനെ ഡെയിലി 2 ഗ്ലൂക്കോസ്. അങ്ങനെ ഒരു കേസ് ഗ്ലൂക്കോസ് അടിച്ച് 20 ഗ്ലൂക്കോസ് ഓരോ ദിവസം 2, അങ്ങനെ 10 ദിവസം കിടന്നു. അതോടെ മദ്രാസ് എന്ന് പറഞ്ഞാൽ പിന്നെ പേടി. പിന്നെ മദ്രാസിൽ ഈ ഏപ്രിലായിട്ടും മെയ് ആയിട്ടൊന്നും പിന്നെ തിരിച്ചു പോയില്ല. വീട്ടിൽ നിന്ന് വിടുകയും ചെയ്യില്ല. പിന്നെ വീട്ടിലൊന്നും സിനിമൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, മെഡിക്കൽ ഷോപ്പിലെ കാര്യമാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ മദ്രാസ് പോകുന്നത് 10-20 വർഷം കഴിഞ്ഞിട്ട് ഒന്ന് വെറുതെ പോയിരുന്നു മദ്രാസിൽ. അതിന് ശേഷം മദ്രാസ് പോയില്ല. മദ്രാസ് എന്ന് പറഞ്ഞാൽ പേടിയാണ്, മലയാളി വന്നുകൊണ്ട്. അങ്ങനെ 3 പടത്തിൽ ചാൻസ് കിട്ടിയിട്ടും അഭിനയിക്കാൻ പറ്റാത്ത പിന്നെ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നതിൽ അധഭാഗ്യം എന്നല്ല പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അധഭാഗ്യമൊന്നുമല്ല. സിനിമയിൽ അഭിനയിച്ചാലും കണക്ക്. വേറെ ആൾക്കെങ്കിൽ അധഭാഗ്യം എന്ന് പറയും. 3 പടത്തിൽ റോള് കിട്ടിയിട്ട് അഭിനയിക്കാത്തത്. പിന്നെ മാത്രമല്ല, ഇത് ഹരിഹരൻ്റെ പഞ്ചാഗ്നി കഴിഞ്ഞിട്ട് അടുത്ത പടമാണ് നഗക്ഷതം. പഞ്ചാഗ്നി കഴിഞ്ഞതിന് ശേഷമുള്ള പടമാണ്. നഗക്ഷതത്തിലുള്ള പിന്നെ ചാൻസ് പോയി. പിന്നെ അഷ്ടബന്ധത്തിൽ പോയി. പിന്നെ ശശികുമാർ പാലയിൽ വന്ന് ചാൻസ് തരാമെന്ന് പറഞ്ഞാൽ അതും പോയി. അങ്ങനെ 3 പടത്തിന് ചാൻസ് കിട്ടിയിട്ട് അഭിനയിക്കാൻ പറ്റാത്ത ആളാണ് പിന്നെ ഞാൻ. അപ്പോൾ ആ ഒരു അനുഭവം ഇതിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ആൾ പേർക്ക് ഹരിഹരൻ്റെ നല്ല സ്വഭാവമാണ്. ഹരിഹരൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ 1ാം നിരയിൽ 1ാമനാണ്. എന്നിട്ട് പെരുമാറിയത് ഒരു ചാൻസിന് വന്ന ഒരാളടുത്ത് പെരുമാറിയത് ഇങ്ങനെ എനിക്കൊന്ന് വേറെ സംവിധായകർന്ന് ഇങ്ങനെ പെരുമാറില്ല. ഒന്നും പറയില്ല, മുഖം നോക്കാണ്ട് മറുപടി പറയും. ഇതങ്ങനെയല്ല. ശശികുമാറും മോശമൊന്നുമില്ല,
നല്ല തന്നെ പറഞ്ഞത്. അസം പിന്നെ അവിടെ ഇരുത്തിയിട്ട് ചായ വേണമെന്നെല്ലാം ചോദിച്ചു അസം. ഞാൻ പറഞ്ഞു വേണ്ട, ചായ ഒന്നും വേണ്ട. പക്ഷെ ഹരിഹരൻ്റെ പടത്തിൽ അഭിനയിക്കാൻ കഴിയാത്ത വലിയൊരു പിന്നെ നഷ്ടം തന്നെയാണ്. ഓക്കെ, ഇതെല്ലാം അനുഭവം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊന്നും തള്ളുന്നതല്ല. തള്ളുന്ന ഹരിഹരൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചാൽ മതി. ഹരിഹരന് പിന്നെ ഇപ്പോൾ മദ്രാസിലുണ്ടല്ലോ. അപ്പോൾ ഈ ഇങ്ങനെ ഇതൊന്നും കളവ് പറയാൻ കഴിയില്ല. പിന്നെ അനുഭവങ്ങളൊന്നും കളവ് പറയാൻ കഴിയില്ല. ചില ആളുകൾ തള്ളുന്നതെന്ന് പറയും. ഇതൊന്നും തള്ളല്ല. ഓക്കെ.